ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജുചേട്ടാ, ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. സ് ആദ്യമായി 66 വർഷത്തിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെയാണ് പുള്ളി പറയുന്നത്, സമ്പൂർണ്ണ മന്ത്രിസഭ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ആ, സർക്കാരാണിത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തല്ലേ പറ്റൂ. കാരണം മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യാൻ പോലും അവർ ഇത്രയും ദിവസം എടുത്തു എന്നുള്ളതാണ്. അതിന് അവർ പടച്ചുവിട്ട ഒരു പച്ചക്കള്ളം. ഡൽഹിയിലേക്ക് നോക്കൂ, അവിടെ രേഖാ ഗുപ്തയെ തെരഞ്ഞെടുക്കാൻ 50 ദിവസം എടുത്തു എന്നാണ് അവർ പറയുന്നത്. അത് ആർക്ക് മുമ്പിലാണ് ഈ കള്ളം പടച്ചുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു സോഷ്യൽ മീഡിയ യുഗമാണ്. അപ്പോൾ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ശേഷം തുടക്കം ഗംഭീരമാണ് എന്നാണ് പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയനെ നമ്മൾ സഹിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം വളരെ വിനയാന്വിതനാണ്. എല്ലാ ജനങ്ങളോടും അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ജൻസിയുടെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. പ്രശ്നങ്ങളോടൊക്കെ അദ്ദേഹം നല്ല സമീപനം സ്വീകരിക്കുന്നുണ്ട്. ആൾക്കാരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, പുഞ്ചിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് വലിയൊരു കാര്യം. ഇവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത് പുഞ്ചിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം എന്നാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകരുടെ കൂടെ സെൽഫിയൊക്കെ അദ്ദേഹം എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ വിനയവും ഈ ഒരു ലാളിത്യവും ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു വൈപ്പെന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഭരണാധികാരി അവർക്ക് കിട്ടിയില്ല. അവർക്ക് കിട്ടിയത് കിം ജോങ് ഉന്നിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയാണ്. അതിലിപ്പോ അവർ കെറിവിച്ചിട്ട് കാര്യമില്ല. അപ്പോ വണ്ടി ആൾട്ടറേഷന്റെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ടു ബി ഫ്രാങ്ക്, ഞാനൊക്കെ അതിന് ഭയങ്കര ത്രില്ഡ് ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹം പറയുന്നു, ആൾട്ടർ ചെയ്യാം, എല്ലാം വരട്ടെ, നമുക്ക് നോക്കാം, കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം, കേന്ദ്രത്തിന്റെ നിയമമാണ്, ഇനി എങ്ങനെ അത് വളച്ചൊടിക്കുമെന്ന് എനിക്ക് അറിയില്ല, അത് വേറെ കാര്യം. അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും തുടക്കം ഗംഭീരമാണെങ്കിലും വിവാദങ്ങൾക്ക് കുറവൊന്നുമില്ല. കാരണം ഈ മന്ത്രിസഭയെക്കുറിച്ച് പറയുന്നത്, കേരളത്തിൽ ആദ്യമായി ന്യൂനപക്ഷം ഭൂരിപക്ഷമായ ഒരു മന്ത്രിസഭയാണ് ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ജനാധിപത്യത്തെ സംഘടിത ന്യൂനപക്ഷ മതങ്ങൾ കൈയടക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ മന്ത്രിസഭ എന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. നമ്മുടെ മന്ത്രിമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, പി.സി. വിഷ്ണുനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബിന്ദു കൃഷ്ണ, എം ലിജു, ഒ.ജെ. ജനീഷ്, ഇത്രയും പേരാണ് നമുക്ക് ഹിന്ദു മന്ത്രിമാരായിട്ടുള്ളത്. ബാക്കി എല്ലാ ആൾക്കാരും രണ്ടുപേരോട് തുളസിയുണ്ട്, എ.പി. അനിൽകുമാറും ഉണ്ട്. എ.പി. അനിൽകുമാർ, അതെ, 9 പേരാണുള്ളത്. ബാക്കി എല്ലാവരും സവർണ ക്രിസ്ത്യാനി, ലത്തീൻ ക്രിസ്ത്യാനി, മുസ്ലിം മന്ത്രിമാരാണെന്നുള്ളതാണ്. നമ്മുടെ സണ്ണി ജോസഫ്, റോജി എം ജോൺ, മോൻസ് ജോസഫ്, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, പിന്നെ വേറെയുള്ളത് നമ്മുടെ ഷിബു ബേബി ജോൺ, പിന്നെ ബാക്കി 7 പേര് മുസ്ലിം മന്ത്രിമാരുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, അതിൽ 5 പേര് മുസ്ലിം ലീഗിൽ നിന്നാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, കെ.എം. ഷാജി, എൻ ഷംസുദ്ദീൻ, വി.ഇ. അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, ഇത്രയും പേരാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു മതേതര കേരളത്തിന്റെ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഒരു സാധാരണ ഒരു നിഷ്പക്ഷ ഹിന്ദു ചിന്തിക്കുമ്പോൾ അതിനെന്താ പ്രശ്നം എന്നവർക്ക് തോന്നും. അങ്ങനെ അവർക്ക് തോന്നുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ എന്നുള്ളതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസേൺ. കാരണം എന്താ അറിയോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുമായിട്ട്, നിഷ്പക്ഷനാണ്, ഹിന്ദുവാണ്, സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്കപ്പോൾ ജീവിക്കണ്ടേ എന്നാണ് അയാൾ എന്നോട് ആദ്യം ചോദിച്ചൊരു ചോദ്യം. അതാണ് ഇവിടുത്തെ മതേതര ഹിന്ദുവിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഊടുപാടും വിമർശനം വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. എന്ത് തോന്നുന്നു? ഞാൻ ഈ വിഷയത്തെ കാണുന്ന വേറൊരു രീതിയിലാണ്. ധനുഷ് ആദ്യം പറഞ്ഞതിനകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട്. 66 വർഷം കഴിഞ്ഞിട്ടല്ല സമ്പൂർണ്ണ മന്ത്രിസഭ അധികാരം വെക്കുന്നത്. കെ കരുണാകരനും ഇതുപോലെ സമ്പൂർണ്ണമായിട്ടുള്ള മന്ത്രിസഭയെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയുന്നത്, ന്യൂനപക്ഷ വിഭാഗം, ക്രിസ്ത്യൻസ് മുസ്ലിം വിഭാഗത്തിന് 14 ക്യാബിനറ്റ് പദവികളുണ്ട്, 12 മന്ത്രിമാരും, ഒരു ഡെപ്യൂട്ടി സ്പീക്കറും, ഒരു ചീഫ് വിപ്പും, അങ്ങനെ 14 ക്യാബിനറ്റ് പദവികളും. ഹിന്ദു വിഭാഗത്തിന് അതിൽ ഷെഡ്യൂൾ ട്രൈബ്സ് ഇല്ല കേട്ടോ, അതെടുത്ത് പറയണം. അപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് വരെയുള്ളൂ. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി 9 മന്ത്രിമാരും പ്ലസ് ഈ പറയുന്ന സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ ആകുകയാണെങ്കിൽ അത് ഒരു ക്യാബിനറ്റ്, അങ്ങനെ ടോട്ടൽ 10ഉം 14 എന്നൊരു കണക്കിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതിനകത്ത് ഒട്ടും ആശ്ചര്യം തോന്നേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം ഇത് കഴിഞ്ഞ കുറെ കാലമായി പോപ്പുലർ ഫ്രണ്ട് സ്വപ്നം കാണുന്ന ഒന്നാണ്. അവർ പറയുന്നത് 2031 പോപ്പുലർ ഫ്രണ്ട് കേരളം ഭരിക്കും, എസ് ഡി പി കേരളം ഭരിക്കും എന്നാണ്. ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഇത് കേരളം ഞങ്ങൾ ആദ്യം മാറ്റിയെടുക്കും, പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നീട് എന്നൊരു ലൈനാണ് അവരുടേത്.
ഏതായാലും ഞാൻ അതിലേക്കല്ല വരുന്നത്. ഇത് ചൂണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിലവിൽ തന്നെ ഏതാണ്ട് ഒരു 48% ന്യൂനപക്ഷമുണ്ട് എന്നാണ് വെപ്പ്. അതായത് മുസ്ലിംസും ക്രിസ്ത്യൻസും തന്നെ. ഹിന്ദു ഏതാണ്ട് 51-52% മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. പുതിയ സെൻസസ് കൂടി വരുമ്പോൾ ഹിന്ദു കേരളത്തിൽ ന്യൂനപക്ഷമാകും. അപ്പോൾ നമുക്ക് ഈ കണക്ക് വലുതായി തോന്നില്ല. അപ്പോൾ നമ്മളെ ഭരിക്കുന്ന ഈ ന്യൂനപക്ഷ മന്ത്രിമാരുടെ എണ്ണം നാം ആരും എടുക്കാൻ പോകില്ല. കാരണം അവർ ഭൂരിപക്ഷമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പോയിന്റാണ് ഇതിൽ കാണുന്നത്. അല്ലാതെ ഇപ്പൊ ഈ UDF ജയിച്ചു, അവർക്ക് 108 സീറ്റ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ മന്ത്രിയാക്കാം. ലീഗിന് 5 മന്ത്രിസ്ഥാനം ചോദിച്ച് കൊടുക്കണം, അവരുടെ ഘടകകക്ഷിയാണ്, അത് അവരുടെ കാര്യമാണ്. അതിനകത്ത് മറ്റുള്ളവർക്ക് ഇടപെടേണ്ട ആവശ്യങ്ങൾ തന്നെ ഇല്ല. ക്രിസ്ത്യൻസിന് കൊടുക്കുക, അത് അവരുടെ കാര്യങ്ങളാണ്. അവർക്ക് ജയിച്ചു വന്ന MLA തന്നെയാണ്, അതൊക്കെ സ്വാഭാവികം മാത്രം. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ന്യൂനപക്ഷങ്ങളെ മന്ത്രിസ്ഥാനത്തേക്ക് അവരോധിച്ചതെന്ന് ചോദിച്ചത് 2027 ആകുമ്പോഴേക്കും നമുക്ക് ആ സത്യം മനസ്സിലാവും. പുതിയ സെൻസസ് നിലവിൽ വരുമ്പോഴേക്കും കേരളത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി മാറുകയും ന്യൂനപക്ഷം എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നവരൊക്കെ ഭൂരിപക്ഷമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 1.5-2% വ്യത്യാസത്തിലാണ് ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ കേരളത്തിൽ നിൽക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കണക്കുകളും ഈ മന്ത്രിമാരുടെ പേരുകളൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇത് വന്നു എന്ന് വെച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്റെ അറിവിൽ ആണ് ഇത്രയും ന്യൂനപക്ഷ മന്ത്രിമാർ ഒന്നിച്ച് കേരളം ഭരിക്കുന്നത്. ഇതിനു മുമ്പ് ഇത്രത്തോളം വന്നിട്ടില്ല. നമുക്കറിയാം, മുമ്പ് ഈ UDF സർക്കാർ വന്ന സമയത്ത് ഈ 5ാം മന്ത്രി വിവാദമൊക്കെ വലിയ വിവാദമായി കേരളത്തിൽ കത്തിപ്പടർന്നതാണ്. പക്ഷെ ഇത്തവണ ആ വിവാദം പോലും ഉണ്ടായില്ല. 5 മന്ത്രിമാര് ലീഗിന് കിട്ടി. 6ാമതൊരു മന്ത്രി സിദ്ദിഖിനെ കോൺഗ്രസ് സംഭാവന ചെയ്തു. അങ്ങനെ 6 മന്ത്രിമാര് +1 ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അവിടെ 7ആയി. ഇതേ 7 തന്നെയാണ് ക്രിസ്ത്യൻസ് വിഭാഗത്തിനും ഉള്ളത്. അവർക്കും മിനിസ്റ്റേഴ്സ് 6 പ്ലസ് ഈ പറയുന്ന ചീഫ് വിപ്പ്, അപ്പോൾ ക്യാബിനറ്റ് പദവിയാണ്. അതും 7, 14 വരുന്നു. ഇവിടെ ഈ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ജമാഅത്ത് ഇസ്ലാമി, IUML തുടങ്ങിയവരുടെ പിന്തുണയാണ് സതീശനുള്ളത്. അപ്പൊ അവരുടെ ഒരു നോമിനിയായിട്ട് തന്നെ സതീശനെ കൂട്ടാമെങ്കിൽ 15 എന്നുള്ള കണക്കിലേക്ക് ആ ഒരു വിഭാഗം എത്തും. ന്യൂനപക്ഷം പ്ലസ് സതീശൻ എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ എത്താം. ഞാൻ ആ രീതിയിലല്ല പറയുന്നത്. അദ്ദേഹം കോൺഗ്രസ് ആണ്, ഹിന്ദു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അതിനകത്ത് ഒരു അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അതൊരു വലിയ ചർച്ചയാക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് നിങ്ങൾ ഈ വർഷമേ ചർച്ച ചെയ്യൂ, അടുത്ത വർഷം നിങ്ങൾ ഇത് ചർച്ച ചെയ്യില്ല. കാരണം സെൻസസ് പുതിയതായി പുറത്തു വരുമ്പോൾ ഇത് ചർച്ച ചെയ്യാൻ പോലും ആകാൻ പറ്റില്ല. കാരണം അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സംഘടിത ന്യൂനപക്ഷത്തിന്റെ നേതാക്കൾ പറയും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പറഞ്ഞത് ജനസംഖ്യാടിസ്ഥാനത്തിലാണ് മന്ത്രിമാരെ മറ്റും നിശ്ചയിക്കുന്നതെന്ന് സുകുമാരൻ നായർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അത് സുകുമാരൻ നായർ കേട്ടോ എന്ന് എനിക്കറിയില്ല. അത് ഒരു നേതാവ്, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ് ഇത് പറഞ്ഞത്. ജനസംഖ്യാടിസ്ഥാനാണെന്ന്. 2027 ആകുമ്പോൾ ഈ സംഘടിത ന്യൂനപക്ഷം പറയുമ്പോൾ നിങ്ങൾ ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. പിന്നെ നമുക്ക് ആകെ ഒരു രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ആകെ ഒരു രക്ഷയും ആശ്വാസവും മതേതരത്വമാണ്. അതുള്ളത് കൊണ്ട് കുഴപ്പമില്ല. കാരണം നമുക്കത് സഹിക്കാനുള്ള ഒരു ശേഷി മതേതരത്വം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്ത് മതേതരത്വം ഉണ്ടായിട്ടില്ല എങ്ങും. അപ്പൊ നമ്മൾ മാത്രം ഈ മതേതരത്വം കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കണമെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നും എനിക്കറിയില്ല. കാരണം ലോകത്തെങ്ങും ഈ മതേതരത്വം എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഇന്ന് ഞാനൊരു അന്തർദേശീയ മാധ്യമത്തിന്റെ തലക്കെട്ടുണ്ട്. അവരകത്ത് പറയുന്നത് യൂറോപ്പ് ക്രിസ്ത്യൻ മുക്ത യൂറോപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അധികം വൈകാതെ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതാകും എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടാണ്. അപ്പൊ വിവിധ രാജ്യങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത്. UK അടക്കമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതെന്തായാലും അവരുടെ കാര്യം. ഇന്ത്യ പോലെ അല്ലല്ലോ അത്. മോദിയല്ല ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വേറെ വിഷയങ്ങൾ ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ലായിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ ഇതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. ചിന്തിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും പേര് മന്ത്രി ആയതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. പകരം എന്തുകൊണ്ട് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ ചരിത്രത്തിൽ ആദ്യമായി ഇത്ര പേർ വരുന്നു, ആ വിഭാഗം സന്തുഷ്ടരാണ് എന്ന് മാത്രമല്ല കൂടുതൽ വകുപ്പുകൾക്കും കൂടുതൽ സ്വാധീനം ചെലുത്താനും ആ വിഭാഗം ശ്രമിക്കുന്നു. ഇന്നലെ തന്നെ ലത്തീൻ സഭയുടെ ഒരു മതമേധാവി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു. ഞങ്ങൾക്ക് 4 MLA തഴഞ്ഞു വന്നു. ഓർത്തഡോക്സ് വിഭാഗത്തിന് MLA ഒന്നും കിട്ടിയില്ല എന്നുള്ള പ്രതിഷേധം അവർക്കുണ്ട്. അതൊക്കെ UDF ഘടകകക്ഷികളുടെ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും മതമേധാവികളാണ്. കാരണം ഓർത്തഡോക്സ് സഭയൊക്കെ പണ്ടോട്ടെ UDF നിൽക്കുന്നതാണ്. ലത്തീൻ UDF നിൽക്കുന്ന ഘടകകക്ഷി പോലെ നിൽക്കുന്ന മതസംഘടനകൾ തന്നെയാണ്, മതവിഭാഗം തന്നെയാണ്. അപ്പൊ അവരുടെ ആ ഒരു പ്രതിഷേധവും അവരതിനകത്ത് ഉയർത്തുന്നുണ്ട്. അത് കൂടുതൽ ഇപ്പോഴൊക്കെ ഇതിങ്ങനെ കരയത്തുള്ളൂ. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സംഘടിത ന്യൂനപക്ഷങ്ങൾക്ക് കരയേണ്ട ആവശ്യമില്ല. കാരണം അവർ പറയുന്ന വകുപ്പുകൾ കൊടുത്തേ മതിയാകൂ. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇനി MLA എണ്ണം എടുക്കുമ്പോൾ സ്വാഭാവികമായി 70-ന് മുകളിൽ MLA ഹിന്ദു ഇതിൽ ജയിച്ച് കയറിയിട്ടുണ്ട്. അതിൽ പലരും പറഞ്ഞ് ശതമാനം വെച്ച് ജയിച്ചു കയറാൻ സാധ്യതയില്ല എന്നാണ്. ഞങ്ങൾക്ക് ശതമാനം വെച്ചിട്ട്
നമുക്ക് ഈ മന്ത്രിമാരെയും MLA-മാരെയും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എല്ലായിടത്തും എല്ലാവരും ഉണ്ട്. ഏത് മണ്ഡലത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായ ശതമാനം വെച്ചിട്ട് നമുക്കിപ്പോ ഹിന്ദു 50% ഉണ്ട്, അതുകൊണ്ട് 50% കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലെ 70 സീറ്റ് ഹിന്ദുവിനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഓരോ മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് അവിടുത്തെ മതവിഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ സംഘടിത മതവിഭാഗങ്ങൾ കൃത്യമായി തന്നെ ഇത്തരത്തിരപ്പിൽ വോട്ട് ചെയ്തതുകൊണ്ട് അവർക്ക് ഏതാണ്ട് ഒരു 70-നടുത്ത് സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്, മുസ്ലിം വിഭാഗത്തിനും അവർക്ക് കിട്ടിയിട്ടുണ്ട്, കൃത്യമായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഹിന്ദു വിഭാഗത്തിന് കിട്ടി എന്ന് പറയാൻ കാരണം സംഘടിത ഹിന്ദു വോട്ട് കൊണ്ടല്ല കിട്ടുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അവര് പല ലേബലിൽ മതേതരത്വത്തിന്റെ പേരിൽ കിട്ടിയതാണ്. അതായത് ഈ 70-ന് മേളിൽ ജയിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു 74 73 അങ്ങനെ ഹിന്ദു MLA-മാരും ആ 73 പേരും മതേതരത്തിന്റെ പേരിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. മറ്റേത് കൃത്യമായി തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ ജയിച്ചതാണ്. ആ കൃത്യമായ കാൽക്കുലേഷൻ അവർ മന്ത്രിസഭാ രൂപീകരണത്തിലും കൃത്യമായി തന്നെ കാണിച്ചു എന്നുള്ളതാണ്. അതായത് തലപ്പത്തൊരു ഹിന്ദു ഇരിക്കുന്നു എന്ന് കരുതിയിട്ട് അതിനകത്ത് വലിയ വ്യതിയാനമില്ല. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഇരുന്നേ പറ്റൂ. പക്ഷെ ഇവിടെ അതിന് മുമ്പ് ന്യൂനപക്ഷങ്ങൾ ഇരുന്നിട്ടില്ല. ഉമ്മൻചാണ്ടി ഇരുന്നിട്ടുണ്ട്, ശ്രീമാൻ AK ഇരുന്നിട്ടില്ല, അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ഇപ്പം ആര് വരുന്നു എന്നുള്ളതല്ല, ഈ മന്ത്രിമാരൊക്കെ ഇപ്പൊ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതിനകത്ത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇതാണ്, ഇത് വരുന്നതിന്റെ സൂചനയാണ്. അതെല്ലാവർക്കും അറിയാം. ഇത് ഈ 2% ഒരു വ്യത്യാസത്തിലാണ് ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്നത്. അതിപ്പോ സെൻസസ് കൂടെ വന്നു കഴിയുമ്പോൾ കൃത്യമായി ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകും എവിടെ ആരൊക്കെ നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യപൂർവ്വം ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത്. പിന്നെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ അവർ സ്വാഭാവികം ഒരു വിഭാഗത്തിൻ്റെതല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. എല്ലാവർക്കും സബ്കാ സാത്ത് സബ്കാ വികാസ് ആണല്ലോ മന്ത്രിമാരുടെ എല്ലാം ഒരു ലക്ഷ്യം എന്ന് നമ്മൾ കരുതുന്നു. നല്ല രീതിയിൽ ഭരണം മുമ്പോട്ട് പോകുമെന്ന് കരുതുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം ഞാൻ കാണുന്നത്, ഈ ഒരു മന്ത്രിസഭയിൽ കാണുമ്പോൾ എല്ലാം നല്ല കുട്ടപ്പന്മാരാണ്, മിടുക്കന്മാരാണ്. പക്ഷെ ഇതിനകത്ത് ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്തെ പോലെ ഒരു ചെറിയ ഒരു ദുസൂചനയാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം 1ാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാം പരിണതപ്രജ്ഞനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരായിരുന്നു അവരുടെ മന്ത്രിമാരെല്ലാം തന്നെ. 2ാം ഘട്ടം വന്നപ്പോഴേക്കും അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരല്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ ശ്രീ VD സതീശന്റെ ഈ മന്ത്രിസഭ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വളരെ കുറവാണ്. ബാക്കിയുള്ള എല്ലാവരും പുതുമുഖങ്ങളാണ്. PC വിഷ്ണുനാഥ് ആയാലും അതിനകത്ത് ഈ നമ്മുടെ K മുരളീധരനെ പോലെയുള്ള ചുരുക്കം ചില AP അനിൽകുമാറുണ്ട്. അങ്ങനെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ എന്താണ് പറയുന്നത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ. ബാക്കിയൊക്കെ പുതുമുഖങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ നമ്മൾ ചോദിക്കും, പുതുമുഖങ്ങൾക്കും വളർന്നു വരണ്ടേ, അവർക്കും മന്ത്രിയാകണ്ടേ? ശരിയാണ്. പക്ഷെ സാധാരണ ഇതിൽ അങ്ങനെയല്ല ഒരു ജനറേഷൻ ചേഞ്ച് ചെയ്യേണ്ട. ഇല്ലെങ്കിൽ ഒരു 75% എക്സ്പീരിയൻസ് ഉള്ളവരെ നിർത്തുക, ഒരു 25 പുതിയ ടീമിനെ കൊണ്ടുവരിക. അങ്ങനെ അടുത്ത പതുക്കെ അത് 35 ആക്കുക, 45 ആക്കുക, 50 ആക്കുക. അങ്ങനെയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. ഒറ്റയടിക്ക് മാറ്റില്ല. അതാണ് ഈ 2ാം പിണറായി സർക്കാരിന്റെ ഒരു പരാജയ കാരണം. അതിനകത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ബാലഗോപാലും രാജീവും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചപ്പൻ ചവറും ആയതുകൊണ്ടാണ് മന്ത്രിമാരെല്ലാം മൊത്തത്തിൽ തോറ്റുപോകുന്നത്. അതിനകത്ത് ജയിച്ചത് വളരെ അപൂർവം ചില മന്ത്രിമാർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. P രാജീവൊക്കെ 8 നില പൊട്ടിപ്പോയ മന്ത്രിമാരാണ്. അപ്പം ബാലഗോപാല് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു മന്ത്രിയാണ്. വീണ ജോർജൊക്കെ പോയ വഴി പുല്ലില്ലാതായിപ്പോയി. അങ്ങനെ വരാനുള്ള കാരണം അവരുടെ എക്സ്പീരിയൻസ് കുറവ് തന്നെയായിരുന്നു. ഇവിടെ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം തുടക്കം മുതലേ തന്നെ VD സതീശൻ നടത്തേണ്ടതായിട്ട് വരും. കാരണം ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഗ്രൂപ്പിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും വീതം വെക്കുമ്പോൾ സ്വാഭാവികമായി അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ വളരെ കുറവാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതിനകത്ത്. പിന്നെ എന്നാൽ അത് അവരൊക്കെ രാഷ്ട്രീയപരമായി തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരുമാണ്. അതിലിപ്പോ എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ചില കമന്റുകൾ ഞാൻ കണ്ടത് അല്ലാതെ ഈ അച്ഛന്മാര് നേതാക്കന്മാരായതിന്റെ പേരിൽ മന്ത്രിമാർ അല്ല, അത് തെറ്റായ ഒരു കാര്യമാണ്. ഇവരുടെയൊക്കെ പലരുടെയും അച്ഛന്മാർ വലിയ നേതാക്കന്മാരായിരുന്നെങ്കിൽ ഈ മക്കളും കഷ്ടപ്പെട്ട് തന്നെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന്. K മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി സേവാദളിൽ കൂടെയാണ് കേരള രാഷ്ട്രീയം. അദ്ദേഹം പ്രസിഡന്റ് കൊടുത്ത വൈദ്യുതി മന്ത്രിയായിരുന്നു. അദ്ദേഹം എത്രയോ നല്ല രീതിക്ക് കോൺഗ്രസിനെ നയിച്ചിട്ടുണ്ട്. കേരള മകനാണ് എന്നുള്ളത് മാത്രമല്ലല്ലോ. ഇപ്പൊ സീതി ഹാജിയുടെ മകനൊക്കെ എത്രയോ വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. അതിന്റെ ലീഗിന്റെ ഒക്കെ അത് കഥയില്ല. അത് അച്ഛന്റെ ഒരു എന്താണ് പിൻബലം പറ്റി വന്നവരല്ല അവര്. എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്രീ ചാണ്ടിയുമിന് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുള്ളൂ. ബാക്കി ഈ പറയുന്ന അച്ഛന്മാരുടെ തണലിലല്ല എന്ന് തന്നെ പറയേണ്ടത്. കാരണം അവരൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചവർ തന്നെയാണ്. പക്ഷെ ഇത് പരിചയക്കുറവുള്ളവരാണ് കൂടുതൽ പേര്. ഒന്ന്. രണ്ടാമത്തേത്, ഈ മതപരമായ കാര്യങ്ങൾ ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഈ നിലവിളക്ക് കൊളുത്തലുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവിടൊക്കെ വരുമ്പോൾ വീണ്ടും ഈ മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അത് എത്രത്തോളം കേരള രാഷ്ട്രീയത്തിനെ ചലിപ്പിക്കുന്നു ഇല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഏതായാലും ഇന്ന് മന്ത്രിസഭ കയറി. ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ താഴെ വന്ന് ഒരുപക്ഷെ വരാനുള്ള ഒരു കമന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, തുടങ്ങിയതല്ലേ ഉള്ളൂ, നിന്റെ കുത്തിത്തിരിപ്പ് തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. പക്ഷെ ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല.
കാരണം ഇത് കേരളത്തിന്റെ പൊതു ചരിത്രമാണ്. കേരളത്തിൽ നാളിതുവരെ ഇങ്ങനെ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയ ഒരു സർക്കാർ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. ഇനി അതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് തിരുത്താം, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അല്ല എന്നുള്ള ഉണ്ടെങ്കിൽ. പക്ഷെ അല്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ വർഷം നമ്മളത് ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത് ചർച്ച ചെയ്യേണ്ടി പോലും വരില്ല. അടുത്ത വർഷം നമ്മളിത് ചർച്ച ചെയ്യാൻ എടുക്കില്ല. അടുത്ത 2031 തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും നമ്മളിത് ചർച്ച ചെയ്യില്ല. കാരണം ഈ പറയുന്ന സംഘടിത ന്യൂനപക്ഷം അന്ന് ഭൂരിപക്ഷമായി മാറിയിട്ടുണ്ട്. അന്നതിന് ചർച്ചയ്ക്ക് പ്രസക്തിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം തന്നെ, ഈ വർഷം തന്നെ അത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്.